കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ കാഞ്ഞിരപ്പള്ളിയിൽ ബി.ജെ.പി. സ്ഥാനാർത്ഥിയാകും. ബി.ജെ.പിയുടെ പ്രതീക്ഷയുള്ള മണ്ഡലങ്ങളിലൊന്നാണ് കാഞ്ഞിരപ്പള്ളി. മണ്ഡലത്തിൽ കേന്ദ്രീകരിക്കാൻ ജോർജ് കുര്യന് കേന്ദ്ര നേതൃത്വത്തിന്റെ നിർദ്ദേശം ലഭിച്ചിട്ടുണ്ട്. മണ്ഡലത്തിലെ 25% വരുന്ന ക്രൈസ്തവ വോട്ടുകളിലും പാർട്ടിക്ക് കണ്ണുണ്ട്. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ സുരേഷ് ഗോപിക്ക് അനുകൂലമായി ക്രൈസ്തവ വോട്ടുകൾ ലഭിച്ചതുപോലെ കുര്യൻ സ്ഥാനാർത്ഥിയായാൽ കാഞ്ഞിരപ്പള്ളിയിലും സംഭവിക്കുമെന്നാണ് അവരുടെ പ്രതീക്ഷ. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും മണ്ഡലത്തിൽ ബി.ജെ.പി. മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. മുൻ കേന്ദ്രമന്ത്രി അൽഫോൺസ് കണ്ണന്താനമായിരുന്നു അന്നത്തെ സ്ഥാനാർത്ഥി. അന്നുണ്ടാക്കിയതിനേക്കാൾ അനുകൂല സാഹചര്യമാണ് ഇപ്പോഴുള്ളതെന്നും ജോർജ് കുര്യനെ സ്ഥാനാർത്ഥിയാക്കുന്നതിലൂടെ കാര്യങ്ങൾ അനുകൂലമാകുമെന്നുമാണ് കണക്കുകൂട്ടൽ. കോട്ടയം ജില്ലക്കാരനാണ് അദ്ദേഹമെന്നത് ബോണസ് മാർക്കാവുമെന്ന പ്രതീക്ഷയും പാർട്ടിക്കുണ്ട്. പാർട്ടി നിർദ്ദേശം ശിരസാവഹിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹം മണ്ഡലത്തിൽ സജീവമായി കഴിഞ്ഞു. ക്രിസ്ത്യൻ വോട്ടുകൾ ലക്ഷ്യമിട്ട് ബി.ജെ.പി. പുതിയ തന്ത്രങ്ങൾ കൂടി മെനയുകയാണ്. പ്രസംഗങ്ങളിലൂടെയല്ല, മറിച്ച് ജനങ്ങളെ നേരിട്ട് കണ്ട് സ്വാധീനിക്കാനാണ് പാർട്ടിയുടെ തീരുമാനമെന്നാണ് സൂചന. ഇതിന്റെ ഭാഗമായി ഗോവ, നാഗാലാന്റ്, മണിപ്പൂർ എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 18 ക്രിസ്ത്യൻ എം.എൽ.എമാരെ കേരളത്തിലെ 37 മണ്ഡലങ്ങളിൽ പ്രചാരണത്തിനായി നിയോഗിക്കുമെന്നാണ് സൂചന. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതോടെ ഇവർ കേരളത്തിലെത്തി ക്രിസ്ത്യൻ മുൻതൂക്കമുള്ള ജില്ലകളിൽ വീടുതോറുമുള്ള പ്രചാരണത്തിന് നേതൃത്വം നൽകുകയും ചെയ്യും. ബി.ജെ.പി. ഭരണത്തിന് കീഴിൽ ക്രൈസ്തവ ജനവിഭാഗങ്ങൾ സുരക്ഷിതരാണെന്നും അവർക്ക് അർഹമായ രാഷ്ട്രീയ പ്രാതിനിധ്യം ലഭിക്കുന്നുണ്ടെന്നും ബോധ്യപ്പെടുത്തുകയാണ് ഈ നീക്കത്തിന്റെ ലക്ഷ്യം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2021 2024 ഫ്രാൻസിസ് മാർപ്പാപ്പയുമായി നടത്തിയ കൂടിക്കാഴ്ചകളുടെ ദൃശ്യങ്ങൾ പ്രചാരണത്തിന്റെ പ്രധാന ഘടകമായിരിക്കും. സഭയുമായുള്ള പാർട്ടിയുടെ ആത്മബന്ധത്തിന്റെ പ്രതീകമായി ഇക്കാര്യം വോട്ടർമാർക്ക് മുന്നിൽ അവതരിപ്പിക്കും. പരമ്പരാഗതമായി യു.ഡി.എഫിനൊപ്പം നിന്നിരുന്ന സീറോ മലബാർ സഭയിൽ ഉൾപ്പെടെയുള്ള വിഭാഗങ്ങൾക്കിടയിൽ ബി.ജെ.പിക്ക് ഇപ്പോൾ സ്വീകാര്യത ലഭിക്കുന്നു എന്ന വിശ്വാസം പാർട്ടിക്ക് വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്. അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും കേരളം സന്ദർശിക്കാൻ കൂടി ഒരുങ്ങുകയാണ്. മാർച്ച് 6 കൊച്ചിയിൽ മോദി എത്തും. എൻ.ഡി.യുടെ പ്രകടന പത്രിക മോദി അന്ന് പുറത്തിറക്കും. മതമേലധ്യക്ഷന്മാരുമായും പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. മോദിയുടെ വരവോടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഔദ്യോഗിക തുടക്കമിടാനാണ് ബി.ജെ.പി. നീക്കം. കേരളത്തിൽ ബി.ജെ.പി. ഇത്തവണ ഭരണം പിടിക്കുമെന്ന് കേന്ദ്ര ന്യൂനപക്ഷകാര്യമന്ത്രി കിരൺ റിജിജു പറഞ്ഞു. കൊച്ചി തൃക്കാക്കരയിൽ ബി.ജെ.പി. മധ്യമേഖലാ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വികസന സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ കേരളത്തിലെ ജനങ്ങൾക്ക് സാധിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മുൻവർഷങ്ങളിൽ കേവലം സാന്നിധ്യമറിയിക്കാനാണ് പാർട്ടി മത്സരിച്ചതെങ്കിൽ ഇത്തവണ കേരളത്തിൽ സർക്കാർ രൂപീകരിക്കാനാണ് ബി.ജെ.പി. പോരാടുന്നത്. സംസ്ഥാനത്തെ യഥാർത്ഥ ബദൽ ശക്തി ബി.ജെ.പി. ആണെന്നും മന്ത്രി അവകാശപ്പെട്ടു. മധ്യമേഖലയിലെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായാണ് തൃക്കാക്കരയിൽ പുതിയ ഓഫീസ് സജ്ജമാക്കിയിരിക്കുന്നത്. ബി.ജെ.പിയുടെ മധ്യമേഖല വാറും ഒരു കോർപ്പറേറ്റ് ഓഫീസ് അല്ലെന്നും രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ള പ്രവർത്തന കേന്ദ്രമാണെന്നും ചടങ്ങിൽ പങ്കെടുത്ത 2020 ചെയർമാൻ സാബു എം. ജേക്കബ് പറഞ്ഞു. മധ്യ തിരുവിതാംകൂറിൽ പാർട്ടിയുടെ സ്വാധീനം വർദ്ധിപ്പിക്കുകയാണ് ലക്ഷ്യമെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതിനിടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി. വിജയസാധ്യത പ്രതീക്ഷിക്കുന്ന വട്ടിയൂർക്കാവ്, നേമം, മഞ്ചേശ്വരം മണ്ഡലങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുന്നണി നേതാക്കൾ 10 വർഷത്തിനു ശേഷം കേരളത്തിൽ വീണ്ടും താമര വിരിയിക്കാനാണ് ബി.ജെ.പി. കച്ചകെട്ടിയിറങ്ങുന്നത്. അതിന് തടയിടാൻ സർവ്വസന്നാഹങ്ങളുമായി പടയൊരുക്കുകയാണ് എൽ.ഡി.എഫും യു.ഡി.എഫും. ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും മന്ത്രി വി. ശിവൻകുട്ടിയും മത്സരിക്കുന്ന നേമത്ത് പ്രചാരണത്തിനുള്ളത് സംസ്ഥാന നേതാക്കളാണ്. കെ. മുരളീധരൻ യു.ഡി.എഫ്. സീറ്റ് തിരിച്ചുപിടിക്കാൻ അംഗത്തിനിറങ്ങുമെന്ന് ധാരണയായതോടെ വട്ടിയൂർക്കാവിൽ പ്രതീക്ഷിക്കുന്നത് തീപാറുന്ന പോരാട്ടമാണ്. 2019 വടകര പിടിക്കാൻ കെ. മുരളീധരൻ പോയതോടെ കൈവിട്ടുപോയ വട്ടിയൂർക്കാവ് തിരിച്ചുപിടിക്കാനുള്ള ശ്രമത്തിലാണ് കോൺഗ്രസ്. കഴിഞ്ഞ 7 വർഷത്തെ വികസന പ്രവർത്തനങ്ങളിലൂന്നി സിറ്റിംഗ് എൽ.ഡി.എഫ്. എം.എൽ.എ. വി. കെ. പ്രശാന്ത് എതിരാളിയാകും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മണ്ഡലത്തിൽ നേടിയ ഭൂരിപക്ഷത്തിന്റെ ആത്മവിശ്വാസത്തിൽ ബി.ജെ.പിയും തയ്യാറെടുക്കുമ്പോൾ മത്സരം തീപാറും. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.